ബ്ലഡി കണ്ണൂർ എന്ന് കണ്ണൂരിനെ നോക്കി കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിളിക്കാനുള്ള കാരണം ചുവന്നാണ് കണ്ണൂർ എല്ലാ കാലത്തും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ 9 തവണ കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച പാരമ്പര്യമുണ്ട് കണ്ണൂരിന്. CPIയും CPMും ചേർന്നാൽ 7 തവണയാണ് പാർലമെന്റിലേക്ക് കണ്ണൂരിൽ നിന്ന് പ്രതിനിധികളെ അയച്ചിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്ന AKG 1952 വിജയിച്ചത് ഇതേ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തലയെടുപ്പുള്ള രാഷ്ട്രീയ കുതിരകളെല്ലാം കടന്നു വരുന്നത് ഇതേ കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഒരു മണ്ഡലമായി വിധിയെഴുതാൻ വേണ്ടി പോകുന്നതും ആകാംക്ഷയോടെ കേരളത്തിലെ പ്രബുദ്ധ രാഷ്ട്രീയം കാത്തു നിൽക്കുന്നതും കണ്ണൂരിനെ തന്നെയാണ്. ഇവിടെ മറ്റ് മത്സരങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ മത്സരം കടുക്കാനുള്ള കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ MP K. സുധാകരൻ, KPCC പ്രസിഡന്റ്, അദ്ദേഹം മത്സരത്തിൽ നിന്ന് മാറുകയാണെന്നും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ വഴിയിലൂടെ കണ്ണൂരിലെത്തും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ കണ്ണൂരിന് ആരെ മത്സരിപ്പിക്കണം എന്നുള്ളത് CPMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. BJPയെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ല കണ്ണൂരിലെ രാഷ്ട്രീയം. വെറും 6% വോട്ടിന്റെ പ്രാതിനിധ്യം മാത്രമാണ് കണ്ണൂരിൽ അവർക്കുള്ളത്. CK പത്മനാഭൻ ഉൾപ്പെടെയുള്ള BJPയുടെ പടക്കുതിരകൾ മത്സരിച്ചിട്ടും കണ്ണൂരിന്റെ മണ്ണിൽ ഒരു കാവി പതാക പറത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല. കണ്ണൂരിൽ K. സുധാകരൻ മാറുമ്പോൾ, പുതിയൊരു UDF സ്ഥാനാർത്ഥി കടന്നു വരുമ്പോൾ ആർക്കൊപ്പമായിരിക്കും കണ്ണൂർ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേരളത്തിലെ ചോദ്യം സംബന്ധിച്ചാണ് മീഡിയ ഗ്രാമം ഇന്ന് പരിശോധന നടത്തുന്നത്. എന്താണ് കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം? 2019 K. സുധാകരൻ വിജയിക്കുമ്പോൾ ഏകദേശം 12,66,500 വോട്ടർമാരുള്ളതിൽ 10,44,000 വോട്ടുകൾ പോൾ ചെയ്തിരുന്നു. അതിൽ സുധാകരൻ 50%, 50.74% വോട്ടുകൾ വാങ്ങിയാണ് 94,500 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നത്. അവിടെ PK ശ്രീമതിയെ തോൽപ്പിച്ചത് 41.68% അവർക്ക് വോട്ട് ലഭിച്ചത്. BJPക്കാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും 6.5% തന്നെ നിൽക്കുന്നു. കേരളത്തിലെ എക്കാലത്തെയും പ്രമുഖനായ നേതാവ് CK പത്മനാഭനാണ് ഏറ്റവും അവസാനം മത്സരിച്ചത്. അതും ഒരു ഗുണവും BJPക്ക് കിട്ടുന്നില്ല കണ്ണൂരിൽ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പോൾ കണ്ണൂരിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ 5 പ്രാവശ്യം തുടർച്ചയായി ജയിച്ച മണ്ണാണ്. നമുക്കറിയാം പിണറായി ജയിച്ച 50,000 വോട്ടുകൾ, KK ശൈലജ ജയിച്ച 61,000 വോട്ടുകൾ. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അവർ ഇപ്പോൾ നിലവിൽ 2021 പോലും ജയിക്കുന്ന മണ്ഡലങ്ങളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 2 ലക്ഷത്തിന് മുകളിൽ LDFന് ഭൂരിപക്ഷം നിൽക്കുന്നു. കോൺഗ്രസിന് 2 മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം കടന്നു വരുന്നത് കണ്ണൂരിൽ നിന്നാണ്, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്നാണ്. ഈ ഒരു രാഷ്ട്രീയ ചിത്രം, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 94,000-ലധികം വോട്ടിന് വിജയിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ച് നിൽക്കുന്നത്, സണ്ണി ജോസഫും സജി ജോസഫും. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും 1000 വോട്ടിന്റെ വ്യത്യാസത്തിൽ സതീശൻ പാച്ചേനി പോലും കണ്ണൂരിന്റെ ഹൃദയത്തിൽ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ ഒരു കാഴ്ച പ്രത്യേകിച്ച് K. സുധാകരൻ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കണ്ണൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? K. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയൊരു ചർച്ച തന്നെയാണ്. കാരണം സുധാകരന് പകരം വേറെ ആര് എന്നുള്ളതാണ് മെയിനായിട്ട് അവിടെ നമുക്ക് നോക്കാനുള്ളത്. കാരണം സുധാകരൻ എന്തുകൊണ്ടും അവിടെ ശക്തനാണ്. കഴിഞ്ഞ
കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ മാറി മാറി വരുന്നുള്ളൂ. ഒരു പ്രാവശ്യം സുധാകരൻ ജയിച്ചു, പിന്നീട് ശ്രീമതി ടീച്ചർ ജയിച്ചു, പിന്നീട് വീണ്ടും സുധാകരൻ തന്നെ ജയിക്കുന്നു. അപ്പോൾ അങ്ങനെ മാറി മാറി വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് 2-3 കാലങ്ങളായിട്ട്. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയായിരുന്നു, തൊട്ടടുത്താണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടും മാത്രമല്ല നേരത്തെ പവിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷത്തോളം അല്ലേ, അതെ, 1,94,000 വോട്ടിന് CPM മുന്നിട്ട് നിൽക്കും എല്ലാ മണ്ഡലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ. UDF സ്വാഭാവികമായിട്ട് 2 മണ്ഡലം മാത്രമാണ് കണ്ണൂരിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് എന്തുകൊണ്ടും കുറച്ച് മേൽക്കൈ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മണ്ണ് കൂടിയാണ് കണ്ണൂർ. ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്ന മൃഗീയമായ ഭൂരിപക്ഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് കണ്ണൂരിൽ LDF ഉയർത്തിക്കൊണ്ടുവരുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഊഹാപോഹങ്ങൾ എത്രത്തോളം ശക്തമാണ്? എക്കാലത്തും കണ്ണൂരിനെ തീപിടിപ്പിച്ചത് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. സുധാകരൻ മാറുമ്പോൾ ഇനി ആര് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിന് പകരമായി നിൽക്കാൻ പലർക്കും പറ്റില്ലെങ്കിലും ഏകദേശം അടുത്ത് വരുന്ന പേരുകൾ തന്നെ വേണം. അതിനുവേണ്ടി ഒരു പക്ഷേ നമ്മൾ കേട്ടതുപോലെ BRM ഷഫീറിനെ പോലെയുള്ള തെക്കൻ മേഖലയിലുള്ള നേതാക്കൾ തന്നെ വരേണ്ടി വന്നാൽ അതും ഒരു പക്ഷേ പാർട്ടി പരിഗണിക്കും. അതിനപ്പുറത്ത് നിന്ന് പാർട്ടിക്ക് ജില്ലക്കകത്ത് നിന്ന് തന്നെ കോൺഗ്രസിന് നല്ല സ്ഥാനാർത്ഥികൾ. വളരെ പ്രധാനപ്പെട്ട ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി പാലിക്കേണ്ടി വരും കോൺഗ്രസിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ വിഭാഗം എന്ന് പറയുന്നത് ഈഴവ സമുദായമാണ്. ഈഴവ സമുദായത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ UDFനോടൊപ്പം നിൽക്കുന്നത് 2 MPമാരാണ്. അതിലൊന്ന് അടൂർ പ്രകാശാണ് ആറ്റിങ്ങലിൽ, മറ്റൊന്ന് ശ്രീ K സുധാകരൻ കണ്ണൂരിലാണ്. അപ്പൊ കണ്ണൂരിൽ അദ്ദേഹം മാറുക വഴി മറ്റൊരു ഈഴവ സ്ഥാനാർത്ഥിയെ തന്നെ കണ്ണൂരിലേക്ക് കൊണ്ടുവരണം എന്നുള്ള നേതൃത്വത്തിന്റെ ചിന്ത സജീവമാണ്. ആ അർത്ഥത്തിലാണ് ചില പേരുകൾ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടെ ശ്രീ N രാമകൃഷ്ണൻ, ഒരു കാലഘട്ടം ശ്രീ പവി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ തീപിടിപ്പിച്ച, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒരു അശ്വമേധം പോലെ കണ്ണൂരിന്റെ ഹൃദയത്തിൽ പായിച്ച, അതിന് നായകത്വം നൽകിയ നേതാവ് തന്നെയാണ് ശ്രീ N രാമകൃഷ്ണൻ. സോ N രാമകൃഷ്ണന് പാർട്ടിയിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. പ്രത്യേകിച്ചിട്ട് നിയമസഭയിലേക്ക് പലവട്ടം അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ മാത്രമാണ് അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായത് എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾ കടന്നു വരുമ്പോഴാണ് ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അമൃത രാമകൃഷ്ണൻ. അപ്പൊ അമൃത രാമകൃഷ്ണനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ സ്വാഭാവികമായും സക്രിയമായി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ, കാരണം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ UDFന് സാധിക്കും, അതുപോലെ തന്നെ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊന്ന്, ഏറ്റവും വലിയ കണ്ണൂരിന്റെ മേൽവിലാസം പേറിയ നേതാവിന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കുക വഴി വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് കണ്ണൂരിൽ നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. കുടൽമാല കൊണ്ടുവന്നാൽ പൂമാല തരാമെന്ന് പ്രവർത്തകർക്ക് ആവേശം നൽകിയ അത്ര ശൗര്യം മകൾക്കില്ലെങ്കിലും വളരെ സൗമ്യതയോടുകൂടിയുള്ള പാർട്ടി പ്രവർത്തനം കണ്ണൂരിന്റെ മുക്കിലും മൂലയും അമൃത രാമകൃഷ്ണൻ നടത്തിയിട്ടുണ്ട്, അത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്ന മറ്റൊരു പേര് K ജയന്തിന്റേതാണ്. അഡ്വക്കേറ്റ് K ജയന്തിന്റെ പേരാണ്. കാരണം ജയന്ത് കണ്ണൂർക്കാരനല്ലെങ്കിലും കണ്ണൂരിന്റെ ചുമതല പാർട്ടിയുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ K സുധാകരൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ സക്രിയമായി നിന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ കണ്ണുപോലും പാർട്ടിയുടെ സമര വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരു പാരമ്പര്യം അദ്ദേഹത്തിന് വളരെ കൃത്യമായി പറയാനുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന പേരിൽ ശ്രീ ജയന്തിനെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനോടൊപ്പം ചുമതല നൽകിയിട്ടുള്ളത്. അദ്ദേഹം അവിടെ ചുമതലക്കാരനായി പോകുക വഴി ഒരു വലിയ സന്ദേശം K സുധാകരൻ നൽകിയിട്ടുണ്ട്. ജയന്ത് തന്നെയായിരിക്കും തന്റെ നോമിനി എന്നുള്ള ഒരു ചിന്ത ശ്രീ K സുധാകരൻ ഒരു പക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നൽകിയിട്ടുണ്ടാകും. പക്ഷെ ഇതിനെല്ലാം അപ്പുറം കണ്ണൂരിൽ മറ്റൊരു വമ്പൻ പോരാളിയെ തന്നെ ഇറക്കണം എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായും കടന്നു വരാം.
അങ്ങനെ വരുമ്പോഴാണ് മറ്റു 2-3 പേരുകൾ അവിടെ വരുന്നത്. പ്രത്യേകിച്ച് സംഘടനാ ചുമതല വഹിക്കുന്ന ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിനെ തന്നെ കണ്ണൂരിലേക്ക് ജന്മനാട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു പടയോട്ടം നടത്തിക്കളയാം എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ അപ്പോഴും ഈ ജാതീയമായിട്ടുള്ള സമവാക്യങ്ങളിൽ ഒരുപക്ഷെ വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ടും ഇപ്പോ അദ്ദേഹം ലോക്സഭ അംഗമാണ്, പ്രത്യേകിച്ചിട്ട് രാജസ്ഥാനിൽ നിന്ന്. ആ രാജസ്ഥാനിൽ ഇപ്പോൾ കോൺഗ്രസ് ദുർബലമാണ്. ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ എന്ന് ഹൈക്കമാൻഡ് ചിന്തിക്കും. അത് മാത്രമല്ല, ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തെ ആകെ ക്രോഡീകരിക്കേണ്ട ഉത്തരവാദിത്വം കെ സി വേണുഗോപാലാണ്. അപ്പോഴാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹത്തെ കണ്ണൂരിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ളത്. 5 വട്ടം കണ്ണൂരിനെ പ്രതിനിധാനം ചെയ്ത ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മനസ്സു വെച്ചാൽ കണ്ണൂരിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് അതെ, CPM-നെ സംബന്ധിച്ച് ഇത് കണ്ണൂർ പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ്. പിണറായി വിജയൻ സംഘടനാപരമായി അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം, ഇത് അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന ലോകസഭാ മണ്ഡലത്തിൽ വിജയിച്ചില്ല എങ്കിൽ ഒന്നുകൂടി പരാജയപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അങ്ങനെ ഒരു പറയുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി കണ്ണൂരിനെ അദ്ദേഹം വിജയിപ്പിച്ചെടുക്കാൻ ഏത് വഴിയും കണ്ണൂരിന്റെ മണ്ഡലത്തിൽ കേൾക്കുന്ന CPM-ന്റെ പേരുകൾ ഏതൊക്കെയാണ്? ഒന്ന് ശൈലജ ടീച്ചറെ പറയുന്നുണ്ട്, അതുപോലെ തന്നെയാണ് PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പൊ അവരുടെ പേരുകളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കല്യാശ്ശേരി എന്നുള്ള TV രാജേഷിന്റെ പേരും കണ്ണൂർ മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. BJP-യെ സംബന്ധിച്ച് വോട്ടിംഗ് പെർസെന്റേജ് വളരെ കുറവാണെങ്കിലും BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു കാലഘട്ടത്തിൽ അത്ഭുതം സൃഷ്ടിച്ച അബ്ദുള്ളക്കുട്ടിയാണ്. അപ്പോ അബ്ദുള്ളക്കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം കണ്ണൂരിന്റെ മണ്ണിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ദേശീയ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയി നിൽക്കുന്ന ഒരാൾ ഈ ഒരു 6.5% വോട്ടുകൾ കിട്ടുന്ന മണ്ഡലത്തിൽ മത്സരിച്ച് ദയനീയ പരാജയം ഏറ്റുവാങ്ങാൻ നിൽക്കുമെന്ന് തോന്നുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തെ ഇപ്പോൾ ഏകദേശം നിശ്ചയിച്ചിരിക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ വലിയ രീതിയിൽ മുസ്ലിം പ്രാതിനിധ്യം, മലപ്പുറത്തിന്റെ 3 മണ്ഡലങ്ങൾ, മാനന്തവാടി ഉൾപ്പെടെയുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങൾ, നിയോജക മണ്ഡലങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന വയനാട്ടിലേക്കാണ് അബ്ദുള്ളക്കുട്ടിയെ മാറ്റാൻ സാധ്യതയുള്ളത് എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ അദ്ദേഹം വരാൻ സാധ്യതയില്ല. കണ്ണൂരിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ ഇപ്പം C രഘുനാഥിന്റെ പേരാണ്. കഴിഞ്ഞ പ്രാവശ്യം തീർച്ചയായിട്ടും ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP വലിയ തോതിലുള്ള സ്വീകരണം നൽകി. രാജിവെച്ചവരുടെ പ്രധാനപ്പെട്ട യോഗങ്ങളിലെല്ലാം കേരളത്തിലുടനീളം ഇപ്പോ CPM നമ്മുടെ KP അനിൽകുമാറിനെയും രതികുമാറിനെയും പ്രശാന്തിനെയും ഒക്കെ കൊണ്ടുപോകുന്നത് പോലെ അവർ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് ഇപ്പോൾ രഘുനാഥ് മാറിയിട്ടുണ്ട്. ഏതായാലും രഘുനാഥ് മത്സരിച്ചാലും അബ്ദുള്ളക്കുട്ടി മത്സരിച്ചാലും BJP-ക്ക് ഒരു ഇലയനക്കം പോലും സൃഷ്ടിക്കാൻ കണ്ണൂരിന്റെ ഹൃദയത്തിൽ സാധിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ രഘുനാഥിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരുടെ, രഘുനാഥ് എന്നല്ല, ഒരു പാർട്ടി മാറുന്ന രാഷ്ട്രീയക്കാരുടെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് കണ്ണൂർ പോലെയുള്ള മണ്ഡലങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് കണ്ണൂരിനെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ രഘുനാഥിന്റെ പേരിനൊക്കെ അവിടെ പ്രസക്തി ഇപ്പോൾ കാണുന്നുണ്ടെങ്കിലും അതൊരു വലിയ വോട്ട് വർദ്ധിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും CPM-നെ സംബന്ധിച്ച് പ്രഗത്ഭരായ 3 ആളുകളുടെ പേരുകൾ വളരെ സജീവമാണ്. TV രാജേഷ്, ദിവ്യ, അതുപോലെ തന്നെ ശൈലജ ടീച്ചർ. കോൺഗ്രസിനെ സംബന്ധിച്ച് ധാരാളം സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഊഹാപോഹങ്ങളായി അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ K ജയന്ത്, അതുപോലെ തന്നെ അമൃത രാമകൃഷ്ണൻ. ഇതിനെല്ലാം അപ്പുറം മറ്റൊരു സ്ഥാനാർത്ഥിയുടെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. BJP-യെ സംബന്ധിച്ച് അവർ ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി കഴിഞ്ഞാലും അത് കണ്ണൂരിന്റെ മണ്ണിൽ ഒരു രീതിയിലുള്ള ചലനവും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന കാര്യം BJP-ക്ക് തന്നെ സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം വളരെ കർശനമായി, വളരെ കൃത്യതയോടെ മീഡിയ ഗ്രാമത്തിന് പറയാൻ വേണ്ടി സാധിക്കും. കണ്ണൂർ എന്ന് പറയുന്ന മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ പെരുംകോട്ടയായി ഇപ്പോൾ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ജനവികാരം, കണ്ണൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് പ്രസ്ഥാനം അതിശക്തമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്, വളരെ നിർണായകമാണ്. ആ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ മറ്റെല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചാൽ കണ്ണൂർ കൂടപ്പോരും, അല്ലെങ്കിൽ കണ്ണൂർ K സുധാകരന്റെ കണ്ണൂർ ഒരിക്കൽ കൂടി നിലനിർത്താൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കും.